Hello, welcome to Market Discussion of the Day. Today, 20th of March 2025. Thursday ആണ്. സോ ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ബാച്ച് അടുത്ത തിങ്കളാഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നലത്തെ ദിവസം നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതിനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഉണ്ടായിരുന്നു. സോ ഫെഡറൽ റിസർവ് അപ്പം ഇന്നലെ ഡിസിഷൻ വന്നത് വേറെ ചേഞ്ചസ് ഒന്നും ഉണ്ടായില്ല. ഇൻട്രസ്റ്റ് റേറ്റിന് ഒരു ചേഞ്ചസും ഇല്ല. 4.5% ആയിരുന്നു പ്രീവിയസ്. ആക്ച്വലി ഈ വട്ടം വന്നതും 4.5% തന്നെയായിരുന്നു. ഓക്കെ, സോ ബേസിക്കലി ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ദിവസങ്ങളിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുമ്പോഴല്ല ഒരു മാർക്കറ്റിലൊരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, കാരണം എന്താ പറയുക, അത് കഴിഞ്ഞിട്ടുള്ളൊരു പ്രസ് കോൺഫറൻസിലാണ് ഒരു ചാഞ്ചാട്ടം ഉണ്ടാവുന്നത്. കാരണം ഇൻട്രസ്റ്റ് റേറ്റിൽ നോർമലി ഭയങ്കരമായ വലിയൊരു ചേഞ്ചസ് ഒന്നും വരുത്താറില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള FOMC പ്രസ് കോൺഫറൻസിന് ഫെഡ് ചെയർ വന്ന് കുറേ കാര്യങ്ങൾ സംസാരിക്കും. ഓക്കെ, സോ അതിനകത്താണ് കൂടുതലും ആൾക്കാർ കോൺസെൻട്രേറ്റ് ആവുന്നതും അതിനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് മൂവ്മെൻ്റാണ് നമുക്ക് മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്. സോ അതേപോലെ തന്നെ ഇന്നലത്തെ ദിവസം FOMC പ്രസ് കോൺഫറൻസിനകത്ത് അടുത്ത ഈ വർഷം 2 വട്ടമായിരിക്കും ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുക എന്നുള്ളൊരു കാര്യം ഫെഡ് ചെയർ പവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അതേപോലെ തന്നെ അത് ഏത് ക്വാർട്ടറിലാണ് ഇത് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അത് നമുക്ക് നോക്കി കാണാമെന്നല്ലാതെ വേറെ ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നോർമലി ഒരു വർഷം തുടങ്ങുന്ന സമയത്ത് ആ ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ചാണ് ഫസ്റ്റ് ക്വാർട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ക്വാർട്ടറിൽ തന്നെ ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ മാർക്കറ്റിലോട്ട് വരും. ഓക്കെ, പക്ഷേ നോർമലി US മാർക്കറ്റ് അല്ലെങ്കിൽ US എലക്ഷൻ നടക്കുന്ന വർഷങ്ങളിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ജനുവരിയിലായിരിക്കുമല്ലോ എലക്ഷൻ നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടൊരു ഫസ്റ്റ് ക്വാർട്ടർ കൊണ്ടിട്ട് ആ ഒരു എലക്ഷനും ആ പ്രസിഡൻറ്റിൻ്റെ ചുറ്റുപാടുമുള്ള ലീഡേഴ്സിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. അതിന് ശേഷമായിരിക്കും ഒരു തീരുമാനമായതിനു ശേഷമായിരിക്കും ഇൻവെസ്റ്റേഴ്സ് ബേസിക്കലി ഒരു മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വാർട്ടറിൽ ഒരു പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യും. ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിലോട്ട് നടത്തുകയും അടുത്തൊരു ഏപ്രിൽ പകുതിയോടുകൂടി നമുക്കൊരു വൺ ഡയറക്ഷണൽ മൂവ്മെൻറ്റ് കിട്ടുകയും ചെയ്യും. അത് മുകളിലോട്ടാവാം, താഴോട്ടാവും. ഇപ്പോഴും ഞാൻ ഗോൾഡിൽ താഴോട്ട് പോകും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഗോൾഡ് ഉറപ്പായിട്ടും താഴോട്ട് പോകും, പക്ഷേ അടുത്ത ക്വാർട്ടറിൽ തന്നെ പോകും നമുക്കറിയില്ല. ഓക്കെ, സോ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം നമുക്കതൊരു ഇപ്പോൾ ചിലപ്പോൾ ഈ ആഴ്ച തന്നെ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അടുത്ത ആഴ്ച പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ഏപ്രിൽ 15 ശേഷം. കാരണം ഏപ്രിൽ 2 താരിഫ് പല രാജ്യങ്ങൾക്കും US ഏർപ്പെടുത്താൻ പോകുന്ന താരിഫ് നിലവിൽ വരാൻ പോവുകയാണ് ഏപ്രിൽ 2. അതിനുശേഷം ഏപ്രിൽ 12 കൗണ്ടർ താരിഫുകൾ വരും. ഓക്കെ, സോ അതൊക്കെ മാർക്കറ്റിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ടിട്ടാണ് ഞാൻ ഏപ്രിൽ 15 ശേഷമായിരിക്കും ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഒരു വൺ ഡയറക്ഷണൽ മൂവ്മെൻറ്റ് വരിക എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇന്നത്തെ ദിവസം നമുക്ക് ഇപ്പോൾ കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസുകൾ നോക്കുമ്പോൾ കുറച്ച്, അതായത് ഇന്ന് നമുക്ക് നമ്മളുടെ GBP ഗ്രേറ്റ് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനാണ്. ഓക്കെ, നോർമലി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് USA നിന്ന് ഇൻട്രസ്റ്റ് റേറ്റിന് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ ഇംഗ്ലണ്ടിൽ നിന്നും ചേഞ്ചസ് ഒന്നും ഉണ്ടാവത്തില്ല എന്നുള്ളതാണ് നമ്മൾ നോർമലി കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്കറിയില്ല. അതുകൊണ്ടിട്ട് തന്നെ ഈ പറയുന്ന GBP ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇന്നത്തെ ദിവസം തൽക്കാലം മാറി നിൽക്കുന്നത് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. പക്ഷേ GBP നല്ലൊരു താഴത്തെ റേഞ്ചിൽ കിട്ടിയാൽ ഇപ്പോൾ ന്യൂസ് ആണെങ്കിൽ പോലും നമുക്ക് എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നും ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ബൈ പോയിന്റിൽ മാത്രമായിട്ട് GBP കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാം. ഓക്കെ, സോ ഇതാണ് ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് എനിക്ക് ബേസിക്കലി പറയാനായിട്ടുള്ള കാര്യം. പിന്നീട് സ്റ്റോക്ക് മാർക്കറ്റിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അടുത്തൊരു ഏപ്രിൽ 2 ശേഷം ഒരു വലിയൊരു ഫോള് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. താരിഫൊക്കെ നിലവിൽ വരുമ്പം വലിയൊരു ഫോള് വരാനായിട്ടുള്ളൊരു പോസിബിലിറ്റി നമുക്ക് കാണുന്നുണ്ട് എന്നുള്ളതാണ്.
ഓക്കെ, സോ ഇതെല്ലാം നമ്മൾ ജസ്റ്റ് മനസ്സിൽ വെക്കുക എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, സോ നമ്മൾ അടുത്ത ക്വാർട്ടറിൽ ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന സമയത്ത് US ഇൻട്രസ്റ്റ് റേറ്റ് വരുമ്പോൾ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യും, ആൾക്കാർ കൂടുതൽ സ്റ്റോക്കിലോട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതോ ഫിനാൻഷ്യൽ ഈ നമ്മുടെ ഫോറക്സിലോട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക നോക്കേണ്ടി വരും. ഓക്കെ, സോ അതേപോലെ തന്നെ ഇന്നത്തെ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഈവൻറ്റ് നടക്കുന്നുണ്ട്. EU ലീഡേഴ്സ് സമ്മിറ്റാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ബേസിക്കലി റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിക്കുന്നതൊക്കെ പല ഡിസിഷൻസും ഇന്നത്തെ ദിവസം എടുത്തു പോകാനും ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക എന്നുള്ളൊരു കാര്യം എന്താ പറയുക നമ്മളത് നോക്കി വേണം ട്രേഡുകൾ എടുക്കാനായിട്ട്. സോ കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, കമ്മിങ് ടു നമ്മൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ JPYയിലോട്ട് വരുമ്പോൾ JPY ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 148.7 റേഞ്ചിലാണ് ഇപ്പോൾ JPY കറൻ്റ്ലി ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലെ വീണ്ടും മെനഞ്ഞാന്ന് ഞാൻ 150 നിന്ന് സെല്ലെടുത്തിട്ടുള്ള ആൾക്കാർക്ക് മിനിമം ഒരു 80 തൊട്ട് 90 പിപ്പ് വരെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇന്നലെ 150 സെല്ലെടുക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാർക്കും മിനിമം ഒരു 150 പിപ്പോളം പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വളരെയധികം സന്തോഷമുണ്ട്. സോ ഇനിയും 150 കിട്ടിക്കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം വേണമെങ്കിലും നമുക്ക് സെല്ല് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇനി ഒരു വട്ടവും കൂടെ JPY 150 റെസിസ്റ്റഡ് ആയാൽ അത് ഒരു സൂചനയാണ്. മാർക്കറ്റ് 146 ബ്രേക്ക് ചെയ്ത് താഴോട്ട് 142 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളൊരു സൂചനയാണ് 150 ഒന്നുകൂടെ റെസിസ്റ്റ് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല 150 അവിടെ വെച്ച് റെസിസ്റ്റഡ് ആയത്. ഇന്നലെ ഞാൻ പറഞ്ഞു, മെനഞ്ഞാന്നും പറഞ്ഞു, അതിനകത്ത് നിന്ന് പ്രോഫിറ്റ് എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാർക്കും നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ കഴിഞ്ഞ 2-3 ദിവസം വേറെ ഒന്നിനകത്തും ഒരു ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മെൻഷൻ ചെയ്തിട്ടില്ല. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ തിങ്കളാഴ്ച CPI ഡേ ആയിരുന്നു, ഇന്നലെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആയിരുന്നു, അതിൻ്റെ ഇടയ്ക്കുള്ള ചൊവ്വാഴ്ച നമ്മുടെ US പ്രസിഡൻറ്റും പുട്ടിനുമായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, റഷ്യ ഉക്രൈൻ വാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യങ്ങളൊക്കെ. സോ അതുകൊണ്ടിട്ടൊക്കെയാണ് ഞാൻ മാറി നിൽക്കാൻ പറഞ്ഞത്. പക്ഷേ എന്നാലും ഞാൻ JPYയിൽ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ 2 ഓപ്പർച്യൂണിറ്റി, ഇന്നലത്തെ ആണെങ്കിലും മെനഞ്ഞാന്നത്തെ ആണെങ്കിലും പ്രോഫിറ്റാണ് ഞാൻ പറഞ്ഞത് വെച്ച് ചെയ്തിട്ടുള്ള ആൾക്കാർ കിട്ടിയിട്ടുണ്ടാവുക എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുകയാണ്. ഓക്കെ, സോ നേരെ നമ്മളിവിടെ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 1.08449 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. ഓക്കെ, സോ നേരത്തെ പറഞ്ഞ അതേ കാര്യം 1.0800 അടുത്ത് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഏതാണ് നമ്മളുടെ യൂറോ. ഓക്കെ, 1.0800 അവിടെ കിട്ടിയാൽ അത് 1.0820 ആവാം, 1.0830 ആവാം. അവിടെ നമുക്ക് ചെറിയ ലോട്ട് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. 1.0750 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇടണം എന്നുള്ളത് അത് എന്തായാലും അത് ഇടേണ്ടി വരും. ഓക്കെ, സോ നേരെ നമ്മൾ GBPയിലോട്ട് വരുമ്പം ഇന്നത്തെ ദിവസം GBP ആണെങ്കിലും യൂറോ ആണെങ്കിലും ഒറ്റയടിക്ക് താഴെ പോകുന്നൊരു പ്രവണത നമ്മൾ കണ്ടു. GBP 1.2800 കിട്ടുകയാണെങ്കിൽ ബൈ ചെയ്യുക. 1.300 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്ങിനോ ക്ലോസിങ്ങിനോ കിട്ടുകയാണെങ്കിൽ അവിടുന്ന് വേണമെങ്കിലും നമുക്ക് ബൈ ചെയ്തുകൊണ്ട് പോകാം. അപ്പം GBPയിലാണെങ്കിലും യൂറോയിലാണെങ്കിലും യൂറോയിലാണെങ്കിൽ 1.100 മുകളിലായിട്ട് കയറണം, GBPയിലാണെങ്കിൽ 1.300 മുകളിലായിട്ട് കയറണം. എങ്ങനെ കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം മാർക്കറ്റ് അവസാനിക്കുന്നത് GBPയിൽ 1.300 മുകളിൽ അവസാനിക്കുകയും പിറ്റേ ദിവസം ഇന്ത്യൻ ടൈമിംഗ് 7:30 മണിക്ക് 1.300 മുകളിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായാൽ നമുക്ക് GBP ബൈ ചെയ്യാം. സെയിം പോലെ തന്നെ യൂറോയും ഒരു ദിവസം അവസാനിക്കുന്ന സമയത്ത് 1.100 മുകളിലും പിറ്റേ ദിവസം രാവിലെ 7:30 മണിക്ക് 1.100 മുകളിലുമാണെങ്കിൽ നമുക്ക് യൂറോയും അവിടുന്ന് ബൈ ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് GBPയിൽ ബെറ്റർ ബൈ പോയിന്റ് വേറെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല. 1.2800 തന്നെയാണ് നമുക്ക് ബെറ്റർ ബൈ പോയിന്റ് ആയിട്ടുള്ളത്. റിസ്ക് എടുക്കണം എന്നുള്ള ആൾക്കാർക്ക് 1.2900 അവിടെ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒരു റിസ്ക് ബൈ എടുക്കുന്നതുകൊണ്ടും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, അല്ല നേരെ മറിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 1.300 മുകളിലായിട്ട് നമുക്ക് ബൈ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം. ഓക്കെ, സാർ ഗോൾഡിലോട്ട് വരുമ്പോൾ ഗോൾഡ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വലിയ പിടിയില്ല ഗോൾഡിനെ പറ്റി പറയാൻ. കാരണം ഇത് ഓൾ ടൈം ഹൈ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഉള്ള പോസിബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. മാർക്കറ്റ് എങ്ങോട്ട് പോയാൽ എന്ത് ചെയ്യാം എന്നുള്ളൊരു പോസിബിലിറ്റിയെക്കുറിച്ച് സംസാരിക്കാം. ഈ ഒരു പോയിന്റിലൊക്കെ വെച്ചിട്ട് ഒന്നും ചെയ്യാനായിട്ട് എനിക്കറിയില്ല. ഞാൻ ചെയ്തിട്ട് തന്നെ ഞാനിപ്പോൾ 3 ദിവസമായിട്ട് ഞാൻ ഗോൾഡിലൊന്നും തൊട്ടിട്ട് പോലുമില്ല. ഓക്കെ, അപ്പോൾ ബേസിക്കലി
2957, അതായത് 60 എന്ന് പറയുന്ന സ്ഥലം ഓൾറെഡി ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. ഓക്കെ, സോ ഇന്നും നാളെയായിട്ട് നമുക്ക് നോക്കാം മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യോ ഇല്ലയോ എന്ന്. 3060 എന്ന് പറയുന്ന ഒരു പോയിന്റ് ആക്ച്വലി ഒരു 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 മേജർ പോയിന്റ് ആണ്. കാരണം 3060 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 3060 തൊട്ട് 3080 വരെ നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും. ഓക്കെ, സോ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ്, 3080 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ മിനിമം 3200 വരെ എങ്കിലും മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത്. ഓക്കെ, സോ നേരെ മറിച്ച് മാർക്കറ്റ് താഴോട്ട് പോയാൽ ഫസ്റ്റിൽ 3030 മാർക്കറ്റ് റെസിസ്റ്റ് ചെയ്യുകയും 3015 ഒരു മൈനർ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും 3000 ഒരു അത്യാവശ്യം നല്ലൊരു മേജർ റെസിസ്റ്റൻസ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരു സ്മോൾ ക്വാളിറ്റി ബൈ നമുക്ക് എടുക്കാം. പക്ഷേ അധികം നാള് അധികം നേരം ഹോൾഡ് ചെയ്യാതെ ഒരു $10 പ്രോഫിറ്റിലൊക്കെ നമുക്ക് ഇറങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെ ചെയ്ത് പോകാം എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ലെങ്കിൽ 2980 മുകളിലായിട്ട് മാർക്കറ്റ് കിട്ടിയാൽ അവിടെ നിന്നും ബൈ ചെയ്തുകൊണ്ട് പോകാം. പക്ഷേ എന്തായാലും പറയാനായിട്ടുള്ള കാര്യം, ബൈ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇടണം. കാരണം മാർക്കറ്റ് ഒരുപാട് താഴോട്ട് പോകാൻ കിടപ്പുണ്ട്, ഒരുപാട്. ഇപ്പോഴൊന്നുമല്ല, പക്ഷേ എന്താ പറയുക, ഈ നമ്മളുടെ ഈ താരിഫിൻ്റെ കാര്യം അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഇനി ഒരുപാട് താഴെ പോകാനുണ്ട് ഗോൾഡിനെ കുറിച്ച് പറയുമ്പോൾ. അതുകൊണ്ട് ഒരു കാരണവശാലും മാർക്കറ്റിൽ സ്റ്റക്കായി പോകാതിരിക്കാനായിട്ട് ഞാൻ പറയുകയാണ്, മാർക്കറ്റിൽ ഒരു കാരണവശാലും സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ചെയ്യരുത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ള കാര്യം. ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനായിട്ട് പറയാനായിട്ടുള്ള കാര്യം. ഉറപ്പായിട്ടും മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമുക്ക് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.